മലയാളത്തിൽ കിട്ടുന്ന അപ്രിസിയേഷനാണ് തമിഴ് കിട്ടിയേക്കുന്നത്. കാരണം ഒരു വേഷം ചെയ്യുമ്പോഴത്തേക്ക് സാരി കൊള്ളാം കേട്ടോ, ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞതിനപ്പുറം ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് നല്ല അപ്രിസിയേഷൻ കിട്ടി, നല്ല അംഗീകാരം കിട്ടി, കൈയടി കിട്ടി. അതൊരു കലാകാരൻ വലിയ സംഭവമല്ലേ? അയ്യോ, അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആദ്യമായിട്ട് ഒരു പടത്തിൽ എൻ്റെ ഒരു ഇൻട്രോ ഇങ്ങനെ ഇരുന്നത് ഭയങ്കര ബിൽട്ടപ്പ് ചെയ്തിട്ടാണ് ഇൻട്രോ ഒക്കെ ഇട്ടേക്കുന്നത്. അവർ അതനുസരിച്ചിട്ട് എനിക്ക് എന്താ തമ്മിൽ ചെയ്തു തരാൻ പറ്റും അതൊക്കെ അവർ ചെയ്തു തന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത് ഒരു ഗ്രൗണ്ടിലാണ് ഫുള്ള് ഷൂട്ട് കളിയാണ്. അപ്പോൾ അവിടെ ചാന്ദിനു, പിന്നെ അശോക് സെൽവം, അങ്ങനെ 4 പേരുണ്ട്. ഇവരൊരു ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പൊരി വെയിലത്ത് തന്നെ കസേര ഇട്ടിരിക്കും. ആ ഷോട്ട് എടുത്ത് നോക്കും. ഇവരെൻ്റെ ഷോട്ട് ചെയ്യുമ്പോൾ സാർ ക്യാരവാനിലേക്ക് പോകും, നേരെ ക്യാരവാനിൽ കൂട്ടിക്കൊണ്ട് പോകും. ഇവരാരും ക്യാരവാനിൽ പോയി ഇരിക്കുക ഒന്നുമില്ല. ആ വെയിലത്ത് ഇരുന്നിട്ട് അടുത്ത സീൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന്, അത് ഭയങ്കര ഡെഡിക്കേഷൻ അത്. കാരണം നമ്മുടെ ഇവിടെ ഷോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോയി വണ്ടിയിലിരിക്കും, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് വിളിച്ച് അങ്ങനെയൊക്കെയല്ലേ ചെല്ലുള്ളൂ. ഇത് ഇവർ അവിടെ തന്നെ, ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ നോക്കണ്ടേ, ഇവർ അവിടെ തന്നെ ഇതിൻ്റെ അടുത്ത സീൻ എങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഷോട്ടിൽ പ്രശ്നം ഉണ്ടാകും ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ അഭിനയിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉപയോഗിക്കണം ബിനോയാന്ന് കരുതിയാൽ മതി, വേറെ ആർട്ടിസ്റ്റാണെന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ നല്ല സപ്പോർട്ട്, ഡയറക്ടറാണ് എപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്, നല്ല ബന്ധം. ഡയറക്ടറാണെങ്കിലും അതുപോലെ തന്നെ അവിടെ നമ്മുടെ കോർഡിനേറ്റർ പയ്യനുണ്ട് ശ്യാം എന്ന് പറഞ്ഞ്. ഇപ്പോൾ അവരൊക്കെ ആയിട്ടാണെങ്കിലും ഭയങ്കര കമ്പനിയായി. തലേദിവസം ഡയറക്ടർ റൂമിൽ വന്ന്, പിന്നെ പിറ്റേ ദിവസം ആണെങ്കിൽ സാർ നിങ്ങൾക്ക് ഏതാവത് പണു അത് ഡയലോഗ് തമിഴ് കറക്റ്റ് വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ നമ്മളീ പലിശക്കാരോട് പൈസ എടുത്തെടുത്ത് അത്യാവശ്യം നമുക്ക് തമിഴ് നന്നായിട്ട് വഴങ്ങും, കുഴപ്പമുണ്ടാവില്ല. ഇവരുടെ ആഴ്ച പറയണ്ടേ, അടുത്ത ആഴ്ച തരാമെന്ന് പറയണ്ടേ. അപ്പോൾ അവരോട് സംസാരിച്ച് കുഴപ്പമില്ല, തമിഴ് അത്യാവശ്യം സംസാരിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന തമിഴല്ലോ ഇതിൽ വന്നത്. അതെ അതെ, പിന്നെ അവിടെ ഞാൻ പടത്തിൻ്റെ പ്രൊമോഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ തിയേറ്ററിലാണെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം. അല്ല, ആ ഒരു സ്വീകാര്യത കൂടുമ്പോഴാണ് നമുക്ക് മലയാളത്തെ പറ്റി ചിന്തിക്കുന്നത്. നല്ല നെടുനീളം വേഷം ചെയ്തു ഒരു പടത്തെ സപ്പോർട്ട് ചെയ്ത് ആ പടത്തെ കയറ്റാൻ പറ്റി ഒരുപാട് ത്യാഗം ചെയ്ത ഒരാളാണ്. അങ്ങനെ മലയാളത്തിൽ കിട്ടാറുണ്ടോ നല്ല അഭിനന്ദന വാക്കുകൾ? അല്ല, ഇത്ര അഭിനന്ദന വാക്കുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇതേപോലത്തെ നമ്മുടെ ഒരു ക്യാരക്ടറിനൊരു പ്രത്യേകിച്ചൊരു എൻട്രി മ്യൂസിക്, അത് എപ്പോൾ എല്ലായിടത്തും ഒരു RR, അപ്പോൾ അത് അങ്ങനെയൊക്കെ ആദ്യമായിട്ട് കിട്ടണം. നമ്മുടെ പടത്തിൽ ഇതുപോലെ തന്നെ പടം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വിളിച്ച് ആൾക്കാർ പറയും, മലയാളത്തിൽ നടന്മാരൊക്കെ പറയും, ചില ഈഗോ ആണല്ലോ മലയാള സിനിമ എന്ന് പറയുന്നത്. ഇത് ചെയ്ത വേഷങ്ങൾക്ക് മലയാള സിനിമ താരങ്ങളിൽ നിന്നുള്ള പ്രശ്നം കിട്ടും. ഇല്ല, നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട്, സന്തോഷമുള്ള എല്ലാം. അല്ല, അങ്ങനെ കിട്ടിയ ഒരു പ്രമുഖ നടൻ്റെ ഒരു പ്രശ്നം ഇതായിരിക്കും, ഏതെങ്കിലും വേഷം ചെയ്തിട്ട് മമ്മൂക്ക അല്ലെങ്കിൽ ജയറാമേട്ടൻ, ദിലീപ് അങ്ങനെയുള്ളവരൊന്നും കിട്ടുന്നൊക്കെ എന്തെങ്കിലും? അല്ല, എന്നെ ഏറ്റവും കൂടുതൽ ജയറാമേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അതെൻ്റെ വീട്ടിലെ പെറ്റ്സിൻ്റെ ഞങ്ങളുടെ ഈ ജീവിതം ഇതൊക്കെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ എൻ്റെ സ്കിറ്റ് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്, എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കുറേ നേരം ഞാൻ സിനിമ വന്നതിന് മുമ്പ്. പിന്നെ മമ്മൂക്കയാണെങ്കിലും ഇതിന് മറ്റേ സിനിമയിലല്ല സ്കിറ്റുകളുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഓക്കെ അതല്ല അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. സിനിമയിൽ എല്ലാവരും പറയും. ഇവർക്കൊക്കെ ഈ താരങ്ങൾക്കൊക്കെ എനിക്ക് സ്കിറ്റാണ് തോന്നുന്നു കുറച്ചും കൂടെ. അതെ 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 എൻജോയ് ചെയ്യുന്നുണ്ടാവും. സ്കിറ്റാണ് അവരെല്ലാവരും കണ്ടേക്കണതിൽ അവർക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ സ്കിറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പുറത്താണെങ്കിലും അങ്ങനെ തന്നെ ആൾക്കാർ കാണുമ്പോൾ ഇപ്പം എന്താണ് TV കാണാത്തത്, സിനിമയുടെ കാര്യം അന്വേഷിക്കാറില്ല. ഇവരുടെ മുമ്പിൽ വെച്ച് സ്കിറ്റ് കളിച്ചിട്ടുണ്ടോ താരങ്ങളുടെ മുമ്പിൽ വെച്ച്? പിന്നെ ഞാൻ അമ്മയുടെ ഷോയ്ക്ക് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവർ എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ലാലേട്ടനൊക്കെ എല്ലാ സ്കിറ്റും കാണും, മഴവിൽ മനോരമയിൽ ഇതൊക്കെ ചെയ്യണ എല്ലാം കാണും. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ലാലേട്ടൻ വിളിക്കൂട്ടാ, വേറെ ഒന്നും പറഞ്ഞേക്കത്. അപ്പം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഹലോ ഞാൻ മോഹൻലാലാണ്, ആയിക്കോട്ടെ അതിനെന്താ ഇങ്ങനെ പറയില്ലേ. ശരിക്കും നമുക്കറിയില്ല ലാലേട്ടൻ നമ്മൾ വിളിക്കണം. അങ്ങനെ ഒരു ഞങ്ങളെല്ലാവരും കൂടി പരിപാടിക്ക് പോകുന്ന സമയത്ത് വിളിച്ചിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ച് സ്കിറ്റുകളൊക്കെ കാണാൻ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞു. സ്കിറ്റ് കണ്ടിട്ട് അപ്പോൾ ലാലേട്ടൻ സ്കിറ്റ് ഇങ്ങനെ എന്തോ ലാപ്പിൽ എന്തോ മേക്കപ്പ് ചെയ്യുമ്പോൾ കാണുമെന്ന് പറഞ്ഞ് അത് കണ്ടിട്ടാണ് വിളിച്ചത്. അതൊക്കെ വലിയ സന്തോഷവും. പിന്നെ ഇവരുടെയൊക്കെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ ഈ അവാർഡ് നൈറ്റൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും സ്കിറ്റ് കളിക്കാറുണ്ടല്ലോ. ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിലും ഇപ്പോൾ വനിതാ പരിപാടിയൊക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ മുമ്പിൽ തന്നെ സ്കിറ്റ് കളിക്കുന്നത്. അല്ല, ഇവരൊക്കെ ഇത്രയും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണുന്ന ആൾക്കാരാണ്. മമ്മൂട്ടി മൂലൊക്കെ ഇരുന്ന് കാണും, വിനോദ സമയത്തൊക്കെ ആയിരിക്കും ചിലവാകുന്നില്ല. ലാലേട്ടൻ മമ്മൂക്കൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും അറിയാം. മിമിക്രിയിലെ സകല ആർട്ടിസ്റ്റുകളാണ്. കോമഡി പരിപാടി ഏറ്റവും കൂടുതൽ കാണണമെന്ന് തോന്നുന്നത്. ലാലേട്ടനും അതുപോലെ തന്നെ ഇവരൊക്കെ സ്കിറ്റ് കാണുന്ന ആൾക്കാർ തന്നെ. അല്ല, അതുകൊണ്ട് നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ഭാഗ്യമുണ്ട്, നമ്മളറിയാം. പുതുതായിട്ട് സിനിമ ചെല്ലുമ്പോഴത്തേക്ക് അറിയില്ലാത്ത ഒരാളാണെങ്കിലും അറിയില്ല. പക്ഷേ മമ്മൂക്കാനെ നമുക്ക് അടുത്ത് പരിചയമില്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളറിയാം. അല്ല, ഇവർക്കൊക്കെ ഇപ്പോഴും ഒരു സമുദ്രം അല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ഇതിനൊക്കെ എപ്പോഴായിരിക്കും സമയം കണ്ടെത്തുന്നത്? അങ്ങനെയൊക്കെ ഈ മമ്മൂക്കയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഫ്രീ ടൈമേ അതാണ് ചില മൈൻഡ് ചെയ്യില്ലാന്ന് പറയും. ഒരു ദിവസം എത്ര പേരെ മൈൻഡ് ചെയ്യും. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്ര പേരുണ്ട്, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും മമ്മൂക്ക അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഈ മമ്മൂക്ക അതുപോലെ തന്നെ
ഈ സ്കിറ്റുകൾ കാണുന്ന പോലെ തന്നെ ഞാൻ വേറെ പറയുന്നത് അത് വിട്ടുപോയി, ഇതിൻ്റെയൊക്കെ ആ സംസാരം ഇതിൻ്റെയൊക്കെ അത് വിട്ടുപോയി. ഞാൻ ഏത് പടം ഭാസ്കർ റാസ്കളിൻ്റെ ഇൻ്റർവ്യൂ നടക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രൊമോഷൻ നടക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞ് സിദ്ദിഖ് സാറാണ് എനിക്ക് അവസരം തന്നത്, സാറിനോട് ഞാൻ നന്ദി പറഞ്ഞു. 2-3 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ മമ്മൂക്കനെ വിളിച്ച് നീ നിർത്തിക്ക്, നിനക്ക് ആരവസരം തന്നെന്ന് പറഞ്ഞു. ഞാൻ സിദ്ദിഖ് സാർ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് അവസരം തന്നേന്ന്. അപ്പോൾ അതുപോലെ ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റുകളെയൊക്കെ സജസ്റ്റ് ചെയ്ത് മമ്മൂക്കയുണ്ട്. അദ്ദേഹമാണ് അവസരം തന്നല്ലേ? അപ്പം അന്നേ പുള്ളി നോട്ട് ചെയ്തിട്ടുണ്ട്. ആ മമ്മൂക്ക വളർത്തി വിട്ട നടനാണ് മുമ്പ് ഇരിക്കുന്നത് അല്ലേ? സന്തോഷമുള്ള ത്രൂ ഔട്ട് വേഷം അത് കിട്ടുകയും ചെയ്തു. അതെ അതെ. പിന്നെ അങ്ങോട്ട് എല്ലാ പടത്തിലും അതുപോലെ തന്നെ ആയിരുന്നല്ലോ. ആ അതിൻ്റെ 80 പടമൊക്കെ കഴിഞ്ഞു. അല്ല അദ്ദേഹത്തിന് ചോദിക്കുന്നത് ഇപ്പം മമ്മൂക്ക പോലെയുള്ള ഒരു 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 എന്താ പറയുക ഒരു രൗദ്രഭാവം ആവാഹിച്ചൊരു നടൻ്റെ മുമ്പിൽ ഒരു കോമാളി അല്ലെങ്കിൽ ഒരു കോമഡി കോമാളി അല്ലെങ്കിൽ കോമഡി വേഷം ചെയ്യുന്ന ഒരു നടന് ഒരു പരിമിതി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വിളിച്ചിരുത്തി നമ്മൾ തമാശകൾ പറയാനാണ് എപ്പോഴും. നല്ല ഹ്യൂമർ സെൻസാണ് മമ്മൂക്ക. അത് എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിക്കുന്ന രീതിയിലേ പറയുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൂടിയിരുന്ന് സംസാരിക്കും. അല്ലാതെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ മാറിയിരിക്കുന്ന പോലെയല്ല. എല്ലാവരും വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു ഒരു ഒരു ചോദ്യം ചോദിക്കുന്നത് വെച്ചാൽ ഈ പിഷാരടിയെ കൂടെ കൊണ്ടുവിടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വിനോദ സമയങ്ങളിൽ അല്ലെങ്കിൽ ഫ്രീ ടൈമിലും ചെയ്യാൻ വേണ്ടി ആയിരിക്കാമോ തോന്നിയിട്ടുണ്ടോ? അത് അങ്ങ് അത്രത്തോളം ഈ തമാശ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ്. അത് ഞാൻ തമാശക്ക് ഉത്തരം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞത്. സീരിയസ് പറഞ്ഞാൽ മതി. സീരിയസ് ആയിട്ടാണെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല. എപ്പോഴും കാണൂല, ചിന്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും? അല്ല, നമുക്ക് അങ്ങനെ ഇപ്പോൾ സോഹൻലാൽ ഇവരൊക്കെ എപ്പോഴും ഈ എന്താ പറയണത് സംസാരിക്കാനായിട്ട് ഒരു ഇച്ചിരി ഇത് വേണം നമുക്കടുത്ത്. നമുക്ക് ഒരു ഇച്ചിരി അറിവും കാര്യങ്ങളൊക്കെ വേണം. ലോക കാര്യങ്ങളൊക്കെ സംസാരിക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊന്നും ഇല്ലാത്ത ആളാണ്. പിഷാരടിയൊക്കെ ആ ഒരു റേഞ്ചിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. പല കാര്യങ്ങളെക്കുറിച്ച് അറിയാം, പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതൊക്കെ ആയിരിക്കുള്ളൂ സംസാരം ഇഷ്ടം പുള്ളിക്ക് എപ്പോഴും ആയിരിക്കും. അതായിരിക്കുള്ളൂ അതായിരിക്കും അല്ലേ? അതുകൊണ്ട് പിഷാരടി കൂട്ടുന്നത് അതായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇഷ്ടം കൊണ്ടായിരിക്കും അത്ര സംസാരിക്കുന്നവരെ ഇഷ്ടമായിരിക്കുള്ളൂ. അല്ല ആ ഒരു ഗ്യാപ്പിലേക്ക് വേറെ ആരും പിന്നെ അടുക്കാനും ഒക്കത്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടി പിന്നെ വിടത്തുമില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, എന്തായാലും ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാവരും വർത്തമാനം പറഞ്ഞു വയ്ക്കുള്ളൂ. അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഒരു എന്താ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പാഠം എന്തായിരിക്കും? ചിലപ്പോൾ അദ്ദേഹം ചില ഉപദേശം പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനൊരു പടത്തെ അഭിനയിച്ചിട്ട് ഞാൻ ഒറ്റയടിക്ക് ടേക്ക് ഓക്കെ ആയപ്പോഴത്തേക്ക് ഡയറക്ടർ പറഞ്ഞു ഓക്കെ എന്ന് നമുക്ക് പറഞ്ഞ് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് പറയാൻ പറഞ്ഞു, ഒരു പ്രസംഗത്തിന് കൂടി പറയാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു യാത്രയപ്പാ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ അതുപോലെ ഡബ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞ് ഡബ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഈ വെച്ചേക്കണം, ആ ലൈറ്റിൻ്റെ വെട്ട ഇങ്ങനെ താഴ്ത്തോട്ടും മാറ്റി ഇങ്ങനെ കാണിച്ച് ഇതേപോലെ മോഡുലേഷനിൽ ഡബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. എല്ലാം നല്ല കൺസോളിൽ കയറി വരുമ്പോൾ നമുക്ക് എന്നെ കൺസോളിൽ കയറ്റി അത് ഡബ് ചെയ്യണ സൂട്ടിലേക്ക് കയറ്റിട്ട് എന്നെ കാണിച്ചു തന്നു ഇതേപോലെ ഡബ് ചെയ്യണം. ഇങ്ങനെ സൗണ്ടിൻ്റെ വേരിയേഷൻ ഈ ലൈറ്റ് അകത്ത് ഇങ്ങനെ കാണിച്ച് തന്നു. അതൊരു വലിയ പാഠമല്ലേ? പിന്നെ എല്ലാം കൊണ്ടും എല്ലാ ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്നും നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നല്ലത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ.